ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽപ്പന ചെയ്യാനും വാങ്ങിക്കാനും ചെറുപുഴയിൽ പുതിയ സ്റ്റോർ ആരംഭിച്ചു. ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗൃഹലക്ഷ്മി 4ാം വർഷം പിന്നിട്ട് 5ാം വയസ്സിലേക്ക്. കർഷകർക്ക് ജൈവ കൃഷി രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കർഷക ഉൽപാദക സംഘത്തിന്റെ സ്റ്റാൾ ചെറുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചെറുപുഴ മത്സ്യ മാർക്കറ്റിന് സമീപം ആരംഭിച്ച കാർഷിക ഉൽപ്പന്ന സ്റ്റാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇതിന് പിന്നിൽ കാഴ്ചവെച്ചുകൊണ്ട് നമുക്കറിയാം, കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഈ കഷ്ടപ്പാടുകൾ, ഒത്തിരി ബുദ്ധിമുട്ടും ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. കാരണം വന്യജീവികളുടെ ഉപദ്രവങ്ങളുണ്ട്. അവർക്ക് ശരിക്കും ഇത് ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അത് ശരിക്കും മാർക്കറ്റിങ്ങിനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനെയൊരു സ്ഥാപനം കർഷകർക്ക് മുമ്പോട്ടേക്ക് പ്രതീക്ഷിക്കൊരു വകയാണ്. അതുപോലെ തന്നെ മറ്റ് ഇവിടെ വരുന്നവർക്ക് എല്ലാ രീതിയിലുള്ള പച്ചക്കറികളും സാധനങ്ങളും നേടുന്ന ഒരു എന്തുകൊണ്ടും പ്രയോജനപ്പെടുന്ന ഒരു സ്ഥാപനമായി ഇത് മാറണം. അപ്പം മുന്നോട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെ ആശംസകളും ഇതിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട കൃഷികളിലെ ജീവനക്കാരെ എനിക്കറിയാം 4-5-6 വർഷമായിട്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ചെറുപുഴ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് പയ്യന്നൂർ ബ്ലോക്കിന്റെ കീഴിലുള്ള കർഷക ഉൽപാദക സംഘം പ്രവർത്തിക്കുന്നത്. 2ാം വാർഡ് മെമ്പർ ലളിതാബാബു അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഗീത സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി ആദ്യ വിൽപ്പന നിർവഹിച്ചു. പുതിയ ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പഞ്ചായത്ത് നേതൃത്വത്തിൽ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അത് ഏറ്റവും വളരെ സന്തോഷകരമായ സാഹചര്യത്തിൽ കാർഷിക മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ട് കാർഷിക മേഖലയ്ക്ക് മുഖ്യ പരിഗണനയുള്ള ഒരു മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമപഞ്ചായത്താണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്. ബഹുഭൂരിപക്ഷം ജനങ്ങളും കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കർഷക കുടുംബത്തിൽപ്പെട്ട ജനങ്ങളാണ് നമ്മുടെ ഈ പ്രദേശത്ത് അധിവസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയിൽ നിരവധിയായ പ്രതിസന്ധികൾ നമ്മുടെ കർഷകർ നേരിടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കാർഷിക വിലത്തകർച്ച, അതുപോലെ വിളകൾ പഴയ പോലെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം, കാലാവസ്ഥ വ്യതിയാനം, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ മൂലം കർഷകർ ഓരോ ദിവസവും ഈ കാർഷിക മേഖലയിൽ നിന്ന് പിന്തിരിഞ്ഞു വരുന്ന സാഹചര്യം. അതിനേക്കാൾ ഉപരിയായിട്ട് എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടാലും ഇതിനൊരു മൂല്യമില്ലാത്ത ഒരു സാഹചര്യം. അങ്ങനെ ഓരോ സാഹചര്യം കഴിയുന്നതോറും കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് കർഷക കൂട്ടായ്മ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവൻ കൂട്ടായ്മ എല്ലാം കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതൊരു വിപണനം നടത്തി ഇത് ഏറ്റവും മികച്ച ഒരു സംരംഭമായിട്ട് മാറ്റാൻ നമ്മുടെ ഈ ചെറുപുഴ പഞ്ചായത്തിലെ നല്ല ഈ സംസ്കാരിക കേരളത്തിൽ തന്നെ ഇതൊരു വലിയ മാതൃകയായിട്ട് ഇതൊരു വലിയ വിജയമാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. പഞ്ചായത്ത് അംഗങ്ങളായ പി ജെ ജോസ്, ഡെന്നി കാവാലം, പി വി വിജയൻ, പ്രിൻസ് വള്ളക്കട, അനീഷ് ആന്റണി, കെ സി ലക്ഷ്മണൻ, ശ്രുതി രാജേഷ്, കെ ഡി പ്രവീൺ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പ്രവർത്തനം വിശദീകരിച്ചു. ടൈറ്റസ് കോക്കാട്ടുമുണ്ടയിൽ നന്ദി പ്രകാശിപ്പിച്ചു. ആലോചിച്ചാണ് ഇവിടെ ഒരു സംരംഭം തുടങ്ങിയപ്പോൾ അതിനുണ്ടായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ, കറണ്ട് ലഭിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇവിടെ ഈ അമിതമായ ചൂടും ഒരു പ്രശ്നമാണ്. ഇവിടെ ഈ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഇത്രമാത്രം കനത്ത ചൂടിൽ വിൽപ്പന നടത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ പഞ്ചായത്ത് നമ്മുടെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധയിലുണ്ടാകേണ്ട ഒരു കാര്യമാണ്. നേരത്തെ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടെ നിലവിൽ നിന്ന് പോയത്. തരത്തിൽ ഗുണകരമാകുമെങ്കിൽ അത് ഏത് പ്രതിസന്ധിയിലായാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇത് ചെറുപുഴയിൽ ഉണ്ടാകണമെന്ന ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായി തന്നെയാണ്. ഇപ്പോൾ പുതിയ ടെക്നോളജി കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. കർഷകർക്ക് അത് അത്യാവശ്യമാണ്. അവരിപ്പോൾ വാങ്ങുന്നത് പന്നിയൂരും അതുപോലെ തന്നെ പിലിക്കോടും പോയിട്ട് വാങ്ങുന്ന സാധനങ്ങൾ ഇവിടെ നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കർഷകർക്ക് ആവശ്യമുള്ള സാധനമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് തുടർന്നു കൊണ്ടുപോകണം. പഞ്ചായത്തിൻ്റെ മുഴുവൻ സപ്പോർട്ട്, ഭരണസമിതിയുടെ മുഴുവൻ സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇതിൻ്റെ എക്സ്ട്രീം സപ്പോർട്ടും ആവശ്യമാണ് ഈ ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിന്. അതുകൊണ്ട് ഭരണസമിതിയുടെ ഇനി അങ്ങോട്ടുള്ള സഹകരണം ഒന്നും കൂടി ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും ചേച്ചിക്ക് ഈ FPOയുടെയും ഈക്കോ ഷോപ്പിൻ്റെയും പേരിൽ കൃഷിഭവൻ്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇവർക്കും ഈ FPOയുടെയും
കൃഷിഭവൻ്റെ ഇക്കോ ഷോപ്പിൻ്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് എടുത്ത് വിൽപ്പന നടത്തുന്നതോടൊപ്പം തന്നെ കാർഷിക രീതിയിൽ ഉപയോഗിക്കേണ്ടുന്ന വളങ്ങളും കീടനാശിനികളും ഇവിടെ നിന്നും ലഭിക്കുമെന്ന് കൃഷി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗൃഹലക്ഷ്മി 4ാം വർഷം പിന്നിട്ട് 5ാം വയസ്സിലേക്ക്. സഹകരിച്ച എല്ലാവർക്കും നന്ദി. വാർഷികം പ്രമാണിച്ച് നവംബർ 25 മുതൽ വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു. പ്രഷർ കുക്കർ 50% ഓഫ്, ഗ്യാസ് സ്റ്റൗ 50% ഓഫ്, മിക്സി 20 മുതൽ 40% വരെ ഓഫ്, കാസ്ട്രോൾ MRP 930, ഓഫർ പ്രൈസ് 399, അപ്പച്ചട്ടി 290, ഇൻഡക്ഷൻ കോപ്പ് ടോപ്പ് MRP 3890, ഓഫർ പ്രൈസിൽ 1599, നോൺ സ്റ്റിക് 4 പീസ് സെറ്റ് MRP 2990, ഓഫർ പ്രൈസിൽ 999. മറ്റനവധി ഓഫറും. ഇപ്പോൾ തന്നെ ഗൃഹലക്ഷ്മി സന്ദർശിക്കൂ. എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.